ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യക്കകത്ത് പുതുതായിട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോദി 3.0 ഗവൺമെൻറ്റും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒട്ടനവധി സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ FMCG കൈൻഡ് ഓഫ് സ്റ്റോക്കുകളാണ്. FMCG സെക്ടറിൻ്റെ അകത്ത് വരുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി കാരണം അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി കാരണമാണോ ഈ ഒരു ഡിഫൻസീവ് തീമായിട്ടുള്ള FMCG സ്റ്റോക്കുകൾ ഷൂട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേ ഇതൊരു സസ്റ്റൈനബിൾ മൊമെൻറ്റത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ സ്റ്റോക്കുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് ഈ സെക്ടറുകളെ പോസിറ്റീവായിട്ട് നയിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ആക്കിക്കോട്ടെ. ഇന്ന് നമ്മൾ മോദി 3.0 എന്ന് സംസാരിക്കുന്നെങ്കിലും തമ്പനയിൽ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി മോദി 3.0 അല്ല. ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് NDA 3.0 എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം BJP എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പാർട്ടിക്ക് ക്ലിയർ മെജോറിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അവിടെ കൊളിഷൻ ഗവൺമെൻറ്റാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൊളിഷൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കാൻ നേരത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് ക്ലിയർ മെജോറിറ്റി ഉള്ളതാണ് ഏറ്റവും നല്ലത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കീം ലോഞ്ച് ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു പുതിയൊരു നിയമം കൊണ്ടുവരികയാണ്, അതൊക്കെ തന്നെ പാസ്സാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് ക്ലിയർ മെജോറിറ്റി ഉണ്ടെങ്കിൽ. പക്ഷേ ഒരു കൊളിഷൻ ഗവൺമെൻറ് ആയിരിക്കുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒരു ക്ലിയർ മെജോറിറ്റി ഇല്ല. എന്ത് കാര്യവും ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ കൂട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളെയൊക്കെ തന്നെ അവർക്ക് കൂട്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അത്ര കണ്ടൊരു അൾട്ടിമേറ്റ് പവർ ഇല്ലാതെ ആവുകയാണ്. ആക്ച്വലി അൾട്ടിമേറ്റ് പവർ ഒരു പാർട്ടിയുടെ കയ്യിലോ ഒരു വ്യക്തിയുടെ കയ്യിലോ ഒന്നും തന്നെ ഇരിക്കാതിരിക്കുന്നതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു കൊളിഷൻ ഗവൺമെൻറ് കാലഘട്ടത്തിൽ പോപ്പുലസ് മെഷേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. എക്കണോമിക്കിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്കകത്ത് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റേഷനിൽ വരാൻ പോകുന്നത് പോപ്പുലസ് മെഷേഴ്സ് ആയിരിക്കും. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് മെഷേഴ്സ് ആയിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം കൊളിഷൻ ഗവൺമെൻറ് നിൽക്കാൻ നേരത്ത് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പവറിലുള്ളത് 200 സീറ്റും അല്ലെങ്കിൽ 180 സീറ്റും ഉള്ള പാർട്ടികളല്ല. ഇവിടെ പവറിലുള്ളത് 20, 30 അല്ലെങ്കിൽ 10 സീറ്റുകളുള്ള ചെറിയ പാർട്ടികളാണ് ഇവിടെ പവറിലുള്ളത്. കാരണം അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അവരാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇന്ന മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് വേണം, ഇന്ന സെക്ടർ ഞങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ അവർക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു അപ്പർ ഹാൻഡ് അവിടെ ഉണ്ട്. മാത്രമല്ല ബജറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്റ്റേറ്റിന് ഇത്ര കണ്ട് അലോക്കേഷൻ വേണം, ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഇന്ന രീതിയിലുള്ള പ്രോജക്ട്സ് ലോഞ്ച് ചെയ്യണമെന്നുള്ള പറയാനുള്ള ഒരു പവറും അവർക്കുണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ പാർട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഒരു കൊളിഷൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു 2-3 ആഴ്ച എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ആഴ്ചയാണ്, അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള വീക്സ് ആണ്. ഈ വീക്സിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ടൊരു വ്യൂ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതൊരു 1-2 ആഴ്ചത്തെ ഒരു സിനാരിയോ അല്ല. ഈ ഒരു കൊളിഷൻ ഗവൺമെൻറ് എത്ര നാൾ നീണ്ടു നിൽക്കുന്നോ അത്ര നാളും ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന കൊളിഷൻ ഗവൺമെൻറ്റുകൾ നിങ്ങളൊന്ന് ഹിസ്റ്റോറിക്കലി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിലെല്ലാത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ടെന്യൂറിൻ്റെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കാണുന്നത് ഈ ടൈപ്പിലുള്ള FMCG ടൈപ്പിലുള്ള സ്റ്റോക്കുകളാണ്. അതല്ലെങ്കിൽ മറ്റ് ടെയിൽ വിൻഡുകൾ ഉള്ള ടൈപ്പ് സ്റ്റോക്കുകളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം EPSൻ്റെ അകത്ത് ഗ്രോത്താണ് നമ്മളെ ഒരു സ്റ്റോക്കിൻ്റെ അതിൻ്റെ റണ്ണപ്പ് അതിൻ്റെ മൾട്ടിബാഗ് റിട്ടേൺസിൻ്റെ കാതലെന്ന് പറയുന്നതെങ്കിൽ പോലും അവിടെ ടെയിൽ വിൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ റീറേറ്റിംഗ് സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ടെയിൽ വിൻഡ് കാണാൻ പറ്റുന്നത് കൂടുതലും FMCG പോലെയുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ പോപ്പുലസ് മെഷേഴ്സ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് സ്റ്റോക്കുകളിലോ അതല്ലെങ്കിൽ നമ്മുടെ US-ൻ്റെ അകത്ത് വരുന്ന ഡ്രഗ് ഷോർട്ടേജ് പോലെയുള്ള ഗ്ലോബൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്ലോബലി ഉള്ള ടെയിൽ വിൻഡുകൾ കാരണം പെർഫോം ചെയ്യുന്ന ടൈപ്പ് സ്റ്റോക്കുകളിലാണ് നമുക്കൊരു ക്ലിയർ ടെയിൽ വിൻഡ് കാണാൻ പറ്റുന്നത്. അതല്ലാതെ ഗവൺമെൻറ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിൻസ്, ഇനി അതല്ല
നമ്മുടെ റിന്യൂവബിൾ എനർജി തീം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോർപ്പറേറ്റ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള മെഷേഴ്സ്, അങ്ങനെയുള്ള മെഷേഴ്സ് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് ഒരു കൊളിഷൻ ഗവൺമെൻറ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ആ സ്റ്റോക്കുകളെല്ലാം മാർക്കറ്റ് പണിഷ് ചെയ്യുകയും അതിൻ്റെ അകത്ത് താഴോട്ട് റീറേറ്റ് ചെയ്യപ്പെടുകയും ബാക്കിയുള്ള സ്റ്റോക്കുകളിൽ, അങ്ങനെ അല്ലാത്ത സ്റ്റോക്കുകളുടെ അകത്ത് നമുക്ക് അപ്സൈഡിലോട്ട് റീറേറ്റ് ചെയ്യപ്പെടുകയും കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൻ്റെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ നോക്കിയിരിക്കുക, ടെക്നിക്കലി ബ്രേക്ക്ഔട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എൻട്രി എടുക്കുക, ടെയിൽവിൻഡ് നമുക്ക് പതുക്കെ മാർക്കറ്റിൻ്റെ അകത്ത് വിസിബിൾ ആയിട്ട് വരുന്നതായിരിക്കും. ആ സ്ട്രാറ്റജി തന്നെയാണ് ഇതിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്ട്രാറ്റജി തന്നെയായിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. കൊളിഷൻ ഗവൺമെൻറ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ആരെയും പിണക്കാൻ പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ പിണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ് മൊത്തത്തിൽ താഴെ പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടെക്നിക്കലി വളരെ നല്ല ബ്രേക്ക്ഔട്ട് കാര്യങ്ങൾ കാണുകയാണ്, റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യുക. ഇവിടെ രണ്ടാമതൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഇത് എത്ര നാൾ പോകും എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ആവശ്യമില്ല. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് 2 സ്റ്റോക്ക് കിടക്കുകയാണ്. ഈ 2 സ്റ്റോക്കും ഒരേ സെക്ടറാണ്, ഒരേ തീമാണ്, ഏകദേശം ഒരേ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്, ഒരേ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി നമ്മളെ മുന്നിലുണ്ട്, എല്ലാം ഓക്കെ. നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ടിലും പൊസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്നിലെ പൊസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. നമ്മൾ ഏതിൽ പൊസിഷൻ എടുക്കും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിസ്ക് റേഷ്യോ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് നോക്കുക. നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ക്വാളിറ്റീസ് ഒക്കെ നോക്കും. എങ്ങനെയെങ്കിലും ഒരു സ്റ്റോക്കിനെ അവോയ്ഡ് ചെയ്യാനുള്ള കുറച്ച് റീസൺസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റോക്കിനെ അവോയ്ഡ് ചെയ്ത് കളയും, മറ്റേ സ്റ്റോക്കിൽ നമ്മൾ പൊസിഷൻ ബിൽഡ് ചെയ്യും. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് നോക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കാൻ നേരത്ത് മൾട്ടി ബാഗർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്ക് ചിലപ്പോൾ നമ്മൾ എടുത്ത സ്റ്റോക്ക് ആയിരിക്കത്തില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ സ്റ്റോക്ക് ആയിരിക്കത്തില്ല. അപ്പോൾ മറ്റേ സ്റ്റോക്കിലായിരിക്കും മൾട്ടി ബാഗർ സ്റ്റോക്ക് റിട്ടേൺസ് കാര്യങ്ങളൊക്കെ തന്നെ ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കണം. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് എടുക്കുമ്പോഴത്തേക്കും ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒഴുകുന്ന നദി പോലെയാണ്. അല്ലാതെ ഒരു ഒറ്റ ഫോട്ടോ അല്ല. നമ്മളിന്ന് കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് തീർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല. ഇതൊരു ഒഴുകുന്ന നദി പോലെയാണ്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, നാളെ വരാൻ പോകുന്ന കാര്യങ്ങളും അതിൻ്റെ പ്രൈസിനെ ഫാക്ടർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റന്നാൾ വരാൻ പോകുന്ന കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും, അതിനുശേഷം വരാൻ പോകുന്ന കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തതിന് ശേഷം ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് തന്നെ ഞങ്ങളുടെ ഈ ഒരു ബുൾ മാർക്കറ്റ് മൊത്തം ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാറ കണക്ക് കുറച്ചൊരു ഒറ്റ ഡിസിഷനിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അത്രണ്ട് നല്ലൊരു കാര്യമല്ല. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് എവിടെ ബ്രേക്ക്ഔട്ടുകൾ തരുന്നോ നമ്മൾ അവിടെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. മാർക്കറ്റ് നമ്മൾ ഏത് ഡിറക്ഷനിലാണോ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ഡിറക്ഷനിലൂടെ മാത്രമേ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാർക്കറ്റ് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. നമുക്ക് പക്ഷേ റിസ്ക് റിവാർഡ് റേഷ്യോ മാത്രമേ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡൗൺ സൈഡ് എത്ര കണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പ് സൈഡ് നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. ഇനി മറ്റൊരു സെക്ടർ നമ്മളിവിടെ ബുള്ളിഷായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് IT സെക്ടറാണ്. IT സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ പതുക്കെ ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലോട്ട് വരികയാണ്. അതേ കണക്കിന് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ FMCG സെക്ടർ നമ്മൾ ബുള്ളിഷാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ദയവ് ചെയ്ത് നിങ്ങൾ പോയിട്ട് HUL, മാരിക്കോ അതല്ലെങ്കിൽ മറ്റ് അത് കണക്കുള്ള വളരെ ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ പൊസിഷൻസ് ദയവ് ചെയ്ത് ബിൽഡ് ചെയ്യരുത്. ആ സ്റ്റോക്കുകൾ ചിലപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഇത്ര കണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് വരത്തില്ല. അവരൊക്കെ തന്നെ അപ് ട്രെൻഡിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും, സ്റ്റേജ് 2 അപ് ട്രെൻഡിൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നു എന്നിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ടൈപ്പ് സ്റ്റോക്കുകളിലായിരിക്കും നടക്കാൻ പോകുന്നത്. അതും ഇതിന് മുമ്പ് ഒരു ബുൾ റൺ നടക്കാത്ത ടൈപ്പ് സ്റ്റോക്കുകളിലായിരിക്കും നടക്കുന്നത്. നമ്മളിപ്പോൾ ഫാർമ സെക്ടറിനെ പറ്റിയിട്ടും IT സെക്ടറിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ച സമയത്ത് നമ്മൾ പല പ്രാവശ്യം കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. മേജർ തീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേജർ സെക്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, കൊറോണ ക്രാഷിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള IT സ്റ്റോക്കുകളിൽ ഒരു റണ്ണപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സെയിം റണ്ണപ്പ് നമുക്ക് ഇൻഫോസിസിലോ TCSലോ കാണാൻ പറ്റിയിട്ടില്ല. കാരണം അത് സോഫ്റ്റ്വെയർ കമ്പനികൾ, ആ ടൈപ്പിലുള്ള കമ്പനികൾ, സോഫ്റ്റ്വെയർ ബിൽഡിങ്ങിനെ സഹായിക്കുന്ന ടൈപ്പ് കമ്പനികൾ റണ്ണപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് 2000-കളിലാണ് അത് റണ്ണപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. .com ബബിളിൻ്റെ ടൈമിലായിരുന്നു അങ്ങനെയുള്ള പല സ്റ്റോക്കുകളും റണ്ണപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാസ് പോലുള്ള ബിസിനസ്സുകൾ ഓഫർ ചെയ്യുന്ന ടൈപ്പ് കമ്പനീസ് ആയിരുന്നു കൊറോണ ക്രാഷിന് ശേഷമുള്ള ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് റണ്ണപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെയിൻ സെക്ടറിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സബ് സെക്ടേഴ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കാം. ഫാർമയെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പല ടൈപ്പിലുള്ള സബ് സെക്ടേഴ്സ് ഉണ്ടായിരിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ FMCG എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തും ഒരുപാട് സബ് സെക്ടേഴ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പല സബ് സെക്ടേഴ്സിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ ബുള്ളിഷ് മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയുള്ള സബ് സെക്ടേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മളിപ്പം ലാസ്റ്റായിട്ട് തന്നെ ഞാൻ ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു,
എനിക്ക് തോന്നുന്നു 6-ാം തീയതിയുള്ള ട്വിറ്ററിലാണെന്ന് തോന്നുന്നു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫുഡ് സെക്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫുഡ് എന്ന പേരിൻ്റെ അവസാനം ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ ഏറ്റവും കൂടുതൽ റണ്ണപ്പ് കാഴ്ചവെച്ചായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ബെക്ടേഴ്സ് ആദ്യമേ തന്നെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമ്മുടെ ബിക്കാജി ഫുഡ്സ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിലുള്ള പല സ്റ്റോക്കുകൾ പേരിൻ്റെ അവസാനം ഫുഡ്സ് എന്നുള്ള ടൈപ്പുള്ള സ്റ്റോക്കുകൾ കൂടുതൽ റണ്ണപ്പ് കാഴ്ചവെക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ഒരു ബുൾ റണ്ണ് ലീഡ് ചെയ്യാൻ പോകുന്നത് ഫുഡ്സും അതല്ലെങ്കിൽ ഫുഡ്സിൻ്റെ ആക്സസറീസും അല്ലെങ്കിൽ അതിൻ്റെ ആൻസിലറി കമ്പനീസും ആയിരിക്കും. ഫുഡിൻ്റെ ആൻസിലറി കമ്പനീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ പാക്കേജിങ് അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കുന്ന ടൈപ്പ് മെഷീൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള കമ്പനീസ്, പല ടൈപ്പിലുള്ള കമ്പനീസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ചിലപ്പോൾ ഈ ഒരു ബുൾ റണ്ണ് ലീഡ് ചെയ്ത് കൂടായികല്ല. ഇതെല്ലാം തന്നെ ജസ്റ്റ് പോസിബിലിറ്റിയാണ്. ഒരു ബുൾ റണ്ണ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള അൺസർട്ടനിറ്റീസ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ടെക്നിക്കലി ഡിസിഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മളൊരു എന്താ പറയുക, നമുക്കിതിൻ്റെ അത് ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടിയതിന് ശേഷം മാത്രം, കൃത്യമായിട്ട് ഇവർ ഇന്ന രീതിയിലുള്ള ഗ്രോത്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രം, കൃത്യമായിട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇന്ന രീതിയിലുള്ള ഒരു മെഷർ വന്നതിന് ശേഷം മാത്രം നമ്മൾ പൊസിഷൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ വളരെയധികം ലേറ്റായി പോകുന്നതായിരിക്കും. നമ്മുടെ ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിലോട്ടായിരിക്കും പിന്നീട് നമുക്ക് പൊസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ഔട്ടുകൾ കിട്ടുമ്പോഴത്തേക്കും പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മടിക്കേണ്ടതില്ല. ഇനി IT സെക്ടറിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് ഇപ്പോൾ ഒരു അപ്സ്വിങ് നമ്മൾ പല സ്റ്റോക്കുകളിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ചെറിയ രീതിയിലുള്ള ഒരു ബൂസ്റ്റ് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് IT സെക്ടർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മിമിക് ചെയ്യുന്നത് നാസ്ഡാക്കിനെയാണ്. നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോയ്ക്കകത്ത് നാസ്ഡാക്കും നിഫ്റ്റിയും തമ്മിലുള്ള ഒരു കോറിലേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, നിഫ്റ്റിയും നാസ്ഡാക്കും തമ്മിലുള്ള കോറിലേഷനെ കാട്ടിയും ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി ITയും അതേ കണക്ക് നാസ്ഡാക്കും തമ്മിലുള്ള കോറിലേഷനാണ്. എക്സാക്ട്ലി എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് രണ്ടും ഒരേ കണക്കാണ് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു കോറിലേഷനാണ്. നാസ്ഡാക്ക് ഇപ്പോൾ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. നാസ്ഡാക്കിൻ്റെ അകത്ത് നമുക്ക് ബ്രേക്ക് ഔട്ടുകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ബ്രേക്ക് ഔട്ട് വരുന്നത്? റേറ്റ് കട്ട് ഉടനെ ബിഗിൻ ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ അവിടെ ബ്രേക്ക് ഔട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള IT സെക്ടറിനെ ഒരു ബൂസ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ബാഗർ റിട്ടേൺസിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അത്ര കണ്ട് കാണുന്നില്ല IT സെക്ടറിൻ്റെ അകത്ത്. ഒരു സൈക്ലിക്കൽ അപ് ടേൺ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നാസ്ഡാക്ക് പോകുന്നതിനനുസരിച്ചിട്ട് പല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് IT സ്റ്റോക്കുകളിനകത്ത് നമുക്ക് ചെറിയ മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ പോലും നമുക്കൊരു മൾട്ടി ബാഗർ റിട്ടേൺസിൻ്റെ പോസിബിലിറ്റി അതിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ടെയിൽ വിൻഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് ഓട്ടോ ആൻസിലറീസ് ആണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ സെക്ടർ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. അത് നല്ല രീതിയിലുള്ള റണ്ണപ്പ് തന്നിട്ടുണ്ട്. ഓട്ടോ സെക്ടറിൻ്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് റണ്ണപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നോർമലി ഓട്ടോ ആൻസിലറീസ് പെർഫോം ചെയ്യുക. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പ്രോക്സി പ്ലേ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ പ്രോക്സി പ്ലേ എന്ന് പറയുന്നത് ആദ്യമേ റണ്ണപ്പ് ചെയ്യത്തില്ല. അതൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അത് അതിൻ്റെ ആക്ച്വൽ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മെയിൻ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ടാറ്റ മോട്ടോഴ്സ്, മാരുതി, അതല്ലെങ്കിൽ നമ്മുടെ മഹേന്ദ്ര, പിന്നെ നമ്മുടെ ഫോഴ്സ്, ഇതുപോലെയുള്ള കമ്പനികളൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ബുള്ളിഷാണ്. അതെല്ലാം അപ് ട്രെൻഡിലാണ്. അതെല്ലാം റണ്ണപ്പ് തന്നിട്ടുണ്ട്. നല്ല നല്ല സ്റ്റോക്കുകളാണ് സമ്മതിച്ചു. പക്ഷേ അവിടെ ഇനി മൾട്ടി ബാഗർ റിട്ടേൺസ് ഇല്ല. മൾട്ടി ബാഗർ റിട്ടേൺസ് നമുക്ക് അടുത്തിന് ചിലപ്പോൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ആൻസിലറി പ്ലെയറുകളാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പോഴും വളരെയധികം റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആയിട്ടുള്ള താഴത്തെ ലെവലിൽ നിൽക്കുന്ന പ്യൂർ സൈക്ലിക്കലായിട്ടുള്ള ആൻസിലറികൾ നമുക്ക് ബോട്ടത്തിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതും നമുക്ക് ടെക്നിക്കലി ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴത്തേക്കും പൊസിഷൻസ് ബിൽഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഗ്രോ കെമിക്കൽസ് ആണ്. അഗ്രോ കെമിക്കൽസ് ഇതിന് മുമ്പ് പല വീഡിയോസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ടത്തിലാണ് നിൽക്കുന്നത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഡീപ്പ് വാല്യൂ പിക്കിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്ത വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് കുറച്ചധികം അഗ്രോ കെമിക്കൽ സ്റ്റോക്കുകൾ ഡീപ്പ് വാല്യൂ ആയിട്ട്, അതായത് സെയിൽസിൻ്റെ 0.3 അതായത് 0.3 സെയിൽസിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു പല സ്റ്റോക്കുകളും. സെയിൽസിൻ്റെ 30% മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ പല കമ്പനീസ് നമ്മളന്ന് അഗ്രോ കെമിക്കൽ തീമിൻ്റെ അകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോക്കുകളിൻ്റെ അകത്തൊക്കെ ഒരു സൈക്ലിക്കൽ മൊമെൻറ്റം വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു കൊളിഷൻ ഗവൺമെൻറ് സമയത്ത് വളരെയധികം കൂടുതലാണ്. ഈ ഓട്ടോ ആൻസിലറിയിലെ പ്ലേ പറഞ്ഞത് കൊളിഷൻ ഗവൺമെൻറ് കൊണ്ടല്ല, അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ സെക്ടറിൻ്റെ ആ ഒരു സൈക്ലിക്കൽ മൊമെൻറ്റത്തിൻ്റെ ടേൺ വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ FMCGയും അതേ കണക്ക് തന്നെ അഗ്രോ കെമിക്കൽസും വരുന്നത് കൊളിഷൻ ഗവൺമെൻറ്റിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടായിരിക്കും. പിന്നെ അതേ കണക്ക് തന്നെ റേറ്റ് കട്ട് ബിഗിൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും FMCG, ഹൗസിംഗ് സെക്ടർ പോലെയുള്ള സ്റ്റോക്കുകളുടെ അകത്ത്, അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോക്കുകൾ പതുക്കെ ബുള്ളിഷ് മൊമെൻറ്റം കാണുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലോട്ട് അധികം ഫോക്കസ് ചെയ്യേണ്ടതില്ല. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ് ടൈപ്പ് സ്റ്റോക്കുകളിൽ ടെക്നിക്കലി നല്ല നല്ല സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ടുകൾ കിട്ടുമ്പോഴത്തേക്കും പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ.
ഇനി അതേ കണക്ക് തന്നെ ഞാനിപ്പോൾ കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാ ദിവസവും ഒരുപാട് സ്റ്റോക്കുകൾ പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം നമ്മൾ എന്നും പുതിയ സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ മാത്രമല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ട്വിറ്റർ ഹാൻഡിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നും പുതിയ സ്റ്റോക്കുകളുടെ പേരുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കിൻ്റെ പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പമുള്ള, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റോക്കുകളുടെ, പുതിയ സ്റ്റോക്കുകളുടെ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളുടെ പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പൊസിഷൻ ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ആരും പറഞ്ഞു തരാത്തത്. അപ്പോൾ നമ്മളിതിനെ പറ്റിയിട്ട് പല വീഡിയോസ് കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇന്ന് അതിലോട്ട് പോകുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 2 സ്റ്റോക്ക് കിട്ടുകയാണ്. ഓക്കെ, ഇന്നൊരു സ്റ്റോക്ക് കിട്ടി, നമുക്ക് അതിൻ്റെ ബ്രേക്ക് ആയിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ബിക്കാജി ഫുഡ്സ്, എക്സാമ്പിളിന് വേണ്ടി പറയാം, ഇന്നല്ലായിരുന്നു അതിൻ്റെ ബ്രേക്ക് ഔട്ട്, എക്സാമ്പിളിന് വേണ്ടി പറയാം. ഇന്ന് നമുക്ക് ബിക്കാജി ഫുഡ്സ് ബ്രേക്ക് ഔട്ട് തരികയായിരുന്നു. ബിക്കാജി ഫുഡ്സിൻ്റെ ബ്രേക്ക് ഔട്ടിൻ്റെ സമയത്ത് നമുക്ക് ആ സ്റ്റോക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് ആ സ്റ്റോക്ക് നമുക്ക് മിസ്സായിപ്പോയി. നമ്മൾ കൃത്യമായിട്ട് ആ സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലില്ലായിരുന്നു. നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോയ്ക്ക് മേലോട്ട് പോയതിന് ശേഷമാണ് നമുക്ക് ആ സ്റ്റോക്ക് കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ആ സ്റ്റോക്ക് ഒരു ഡിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ക്യാഷിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ്, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ സ്റ്റോക്ക് താഴോട്ട് വന്നിരിക്കാം. പക്ഷേ ഈ താഴോട്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ താഴോട്ട് വരുന്നില്ല, നമ്മൾ താഴോട്ട് വരുന്നതിന് മുന്നായിട്ട് തന്നെ വേറെ ഏതെങ്കിലും സ്റ്റോക്കിൽ സെയിം കൈൻഡ് ഓഫ് സിനാരിയോ, സെയിം തീം, സെയിം ഏകദേശം അടുപ്പിച്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ക്വാളിറ്റി കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ബ്രേക്ക് ഔട്ടിൻ്റെ അകത്ത് നമ്മൾ ക്യാഷിലിരിക്കുന്നു, നമുക്ക് കാണുന്നു, നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും, നമ്മൾ അതിനെ റൈഡ് ചെയ്യുന്നു. അല്ലാതെ ഈ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും ഒരുമിച്ചല്ല റൈഡ് ചെയ്യേണ്ടത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ പറയുന്നു, ഇതിൽ എത്ര സ്റ്റോക്കുകൾ എല്ലാം കൂടെ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു 50-70% സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നിരിക്കും. ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യാത്ത സ്റ്റോക്കുകളും ഉണ്ടായിരിക്കും. നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ഫാക്ച്വൽ എറേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള എറേഴ്സ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒഴുകുന്ന നദി പോലെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ ചേഞ്ച് വന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഫ്രെയിം വർക്കിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും എടുക്കാനും, ആ ഫ്രെയിം വർക്കിൽ നിന്ന് ഔട്ട് ആകുമ്പോഴത്തേക്കും മാത്രം വിൽക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. അതല്ലാതെ എല്ലാ സ്റ്റോക്കുകളും ഒരുമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. എല്ലാ സ്റ്റോക്കുകളും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വെൽത്ത് ക്രിയേഷൻ നടക്കുന്നതായിരിക്കത്തില്ല. ഇപ്പോൾ മറ്റൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഫ്ലെക്സ് ഫുഡ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ബിക്കാജി ഫുഡ്സ് സംസാരിക്കുന്നു. ഫ്ലെക്സ് ഫുഡ്സിൻ്റെ അകത്ത് റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ല. പക്ഷേ ഫ്ലെക്സ് ഫുഡ്സ് മേടിക്കാൻ വെച്ചിരുന്ന ക്യാഷ് കൊണ്ട് നമുക്ക് ബിക്കാജി ഫുഡ്സ് ഒരിക്കലും മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു നാനോ ക്യാപ്പാണ്. ആ നാനോ ക്യാപ്പ് കമ്പനി നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് അതൊരു വാല്യൂ പിക്ക് ആയിട്ടാണ് സംസാരിച്ചത്. ബിക്കാജി എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് സ്റ്റോറിയാണ്, കൃത്യമായിട്ട് ബ്രേക്ക് ഔട്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് തീമിൽ വരുന്ന സ്റ്റോക്കുകളാണ്. ആ 2 തീമും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് ഇതിലിടാണ്ട് ക്യാഷ് എടുത്ത് അതിലിടാൻ വേണ്ടി പറ്റത്തില്ല. അത് ആ ഒരു പർട്ടിക്കുലർ തീം ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പർട്ടിക്കുലർ തീമിൻ്റെ അകത്ത് വരുന്ന വേറൊരു സ്റ്റോക്ക് കിട്ടുമ്പോഴത്തേക്കും അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഏത് സ്റ്റോക്ക് നമ്മൾ എത്ര സ്റ്റോക്ക് പറഞ്ഞാലും ഇതിൻ്റെ അകത്തൊക്കെ മൾട്ടി ബാഗ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി മാത്രമാണ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് 10x ആവും 20x ആവും എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. നമ്മൾ 5 സ്റ്റോക്കോ അല്ലെങ്കിൽ 10 സ്റ്റോക്കോ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് 2 സ്റ്റോക്ക് മൾട്ടി ബാഗ് റിട്ടേൺസ് തരും, ബാക്കി ഒരു 4-5 സ്റ്റോക്ക് കോമ്പൗണ്ട് റിട്ടേൺസ് തരുന്നതായിരിക്കും, ബാക്കി സ്റ്റോക്കുകൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുന്നതായിരിക്കും. ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അല്ലാതെ നമ്മൾ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും മൾട്ടി ബാഗ് റിട്ടേൺസ് വരുമെന്ന് പറഞ്ഞാൽ അത് വളരെയധികം തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. നിങ്ങൾ ഏതൊരു ട്വിറ്റർ ഹാൻഡിലും അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബ് ചാനലും അവരുടെ എല്ലാവരുടെയും ഹിസ്റ്ററി എടുത്ത് വെച്ചിട്ട് അവർ ഏതൊക്കെ സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്കുകൾ എല്ലാത്തിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ നോക്കുക. അവിടെ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോ കാണാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാരും തന്നെ, അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം ചേർത്ത് ഞാൻ പറയുകയാണ്, ഇവരാരും തന്നെ സെൽ റെക്കമെൻഡേഷൻ തരത്തില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈ റെക്കമെൻഡേഷൻ തരും. ഇത് വിൽക്കുക, അല്ലെങ്കിൽ ഇതിൽ പൊസിഷൻ സൈസ് ചെയ്യുക, ഇതിനെ ലൈറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ സ്റ്റോക്കാണ്, പക്ഷേ എന്നിരുന്നാലും ഇതിൽ നമ്മളെ തിയറി ഇപ്പം വർക്ക് ചെയ്യുന്നില്ല, ഇത് ലൈറ്റ് ചെയ്യുക എന്ന് പറയുന്ന ചാനൽസ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ഞാൻ അങ്ങനെ പേഴ്സണലി ഒരു ചാനലും കണ്ടിട്ടില്ല. എല്ലാവരും ഇത് ലോങ് ടേമിൽ പെർഫോം ചെയ്ത് തന്നെ പറഞ്ഞു കൊണ്ടുപോകും. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ് നമ്മുടെ ട്രാക്സൺ എന്ന് പറയുന്നത്. ട്രാക്സൺ സ്റ്റോപ്പ് ലോസ് അടിച്ചു, നമ്മൾ എക്സിറ്റ് ആയി, നമ്മൾ വേറെ സ്റ്റോക്കിലോട്ട് നമ്മുടെ ക്യാഷ് ഇടുന്നു. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ SMC ഗ്ലോബലിലോട്ട് ക്യാഷ് ഇടുന്നു, നമുക്ക് അവിടെ നമ്മുടെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തരുന്നു. നമ്മൾ ട്രാക്സണിൽ തന്നെ ഇത് ലോങ് ടേം സ്റ്റോറിയാണ്. ഓക്കെ, അത് നല്ല സ്റ്റോക്കാണ്, പക്ഷേ അത് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ആ കാര്യം നമ്മൾ മനസ്സിലാക്കാതെ അതിൻ്റെ അകത്ത് തന്നെ പെട്ട് കിടക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ എത്രമാത്രം ക്യാപിറ്റൽ അവിടെ ലോക്കായി പോകുമായിരുന്നു. മാത്രമല്ല, നമുക്കവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ സ്റ്റോക്കുകൾ എടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഈ സ്റ്റോക്കുകൾ തന്നെ എന്നെ അവസാനം വരെ റൈഡ് ചെയ്യണം, ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അവസാനം വരെ എന്നെ കൊണ്ടുപോകണം, എന്നെ ഇതിൽ നിന്ന് തന്നെ വെൽത്ത് ക്രിയേഷൻ്റെ എല്ലാ വെൽത്തും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കണമെന്നുള്ളൊരു തെറ്റായിട്ട് ധാരണയിലൂടെ നമ്മൾ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യരുത്. നമ്മളിവിടെ എല്ലാം തന്നെ നമ്മളൊരു സ്റ്റോക്കിനെയും കല്യാണം കഴിക്കുകയല്ല, ഇതെല്ലാം ജസ്റ്റ് ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് പോലെ നമ്മൾ കണ്ടാൽ മതി. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഈ പർട്ടിക്കുലർ സ്റ്റോക്കായിട്ട് നമുക്ക് ഒരു രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റുകൾ പാടില്ലാത്തതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിറ്റ് പോളിനെ പറ്റിയിട്ടാണ്. എക്സിറ്റ് പോൾ ഒരു ട്രാപ്പ് ആണോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഈ കഴിഞ്ഞൊരു എക്സിറ്റ് പോൾ ഒരു ട്രാപ്പ് ആയിട്ട് തന്നെയാണ് ഞാൻ പേഴ്സണലി കണക്കാക്കുന്നത്. കാരണം ഇതിന് മുമ്പുള്ള നമ്മുടെ ഗവൺമെൻറ് കാര്യങ്ങളുടെയൊക്കെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് വന്നിട്ടുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു ഗവൺമെൻറ്റും ഇത്ര കണ്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. നിയമസഭയ്ക്കകത്ത് പറയുന്നു, പബ്ലിക്കലി വന്നിട്ട് TV ചാനൽസിലൂടെ പറയുന്നു, ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നു, ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നു, പ്രൈം മിനിസ്റ്റർ നേരിട്ട് പറയുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഓർക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി റിട്ടേൺസ് തരുന്ന ഒരു സംഭവമല്ല. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ബോണ്ടോ അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ഫണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല. ഇതെന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ റിസ്കിനെ കുറിച്ച് അവെയർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു രീതിയിലുള്ള വിവരം എല്ലാം സംഭവിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ അമിത്ഷായുടെ ഒക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല. അവരൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ല നോളജ് ഉള്ള ടൈപ്പ് ആൾക്കാരാണ്. അപ്പം ഈ ടൈപ്പിലുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക, മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ പേഴ്സണലി കണക്കാക്കുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നല്ല നല്ല ഇലക്ഷൻ എക്സിറ്റ് പോളുകൾ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ BJP കൃത്യമായിട്ട് അറിയായിരുന്നു ഞങ്ങൾക്ക് ഇത്ര കണ്ട് സീറ്റ് കിട്ടത്തില്ല, 400-350 സീറ്റൊന്നും കിട്ടത്തില്ല എന്ന് അവർക്ക് അറിയായിരുന്നു. എന്നിട്ടും അവർ ഈ രീതിയിലുള്ള ബൂസ്റ്റ് ചെയ്തിട്ടുള്ള സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എയറിലുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ എത്ര കണ്ട് സത്യമാണെന്ന് അറിയത്തില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ സെബി ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുവരണം. ആരൊക്കെ ഏതൊക്കെ അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ കൃത്യസമയത്ത് എൻട്രി എക്സിറ്റുകൾ എടുത്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും. ആ പർട്ടിക്കുലർ അക്കൗണ്ടിൽ നിന്നിട്ട് അത് ബിനാമി അക്കൗണ്ട് ആണെങ്കിൽ പോലും അതിലോട്ട് എവിടെ നിന്നാണ് ഫണ്ട് വന്നതെന്നുള്ള ട്രാക്ക് ചെയ്തെടുക്കാവുന്ന അത്ര കണ്ട് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഒരു ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു യുഗത്തിൽ നിന്നാണ് സംസാരിക്കാൻ നേരത്ത്. എനിവേ, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളും പെട്ടുപോകാതെ നോക്കുക. ഞാനിപ്പോൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പോലും ഈ ഒരു എക്സിറ്റ് പോളിൻ്റെ സമയത്ത് ചിലപ്പോൾ ഇത്ര കണ്ട് സീറ്റ് വരുമായിരിക്കുമെന്ന് ഞാൻ പോലും വിശ്വസിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര കണ്ട് വലിയ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് എക്സിറ്റ് പോളിൻ്റെ സമയത്ത് ഔട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം അനൗൺസ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ്, 1 സെക്കൻഡ്, നമ്മുടെ വെബ്സൈറ്റ് ആണ് കേട്ടോ. വെബ്സൈറ്റ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഇൻവെസ്റ്റർ തിങ്സ് എന്ന് ജസ്റ്റ് അടിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ലിങ്ക് തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ലിങ്ക് ഉണ്ട്. ഇനി അതും അല്ലെങ്കിൽ www.investorthings.com എന്ന് പറഞ്ഞ് കയറിയാൽ മാത്രം മതിയാകും. പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ വെബ്സൈറ്റ് കുറച്ച് ഇതിൻ്റെ അകത്ത് എല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ മേളിൽ ഇതിൻ്റെ അകത്ത് കയറി വരുമ്പോൾ തന്നെ ഒരു ഹോം പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഹോം പേജിൻ്റെ അകത്ത് സ്റ്റോക്സ് എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിൽ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ സ്റ്റോക്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. സെപ്പറേറ്റ് ഒരു പേജിൽ ലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. ഇതിപ്പോൾ മൊബൈലിൽ നിന്ന് എന്താ പറയുക, മൊബൈലിൽ നിന്ന് ഇത് ആക്സസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർക്ക് ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡാഷസ് കാണുന്നതായിരിക്കും, 3 ലൈൻസ് കാണുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവരുടെ മുമ്പിൽ പോപ്പ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഈ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല പിന്നെ നമ്മുടെ ന്യൂസ് ലെറ്റർ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പേജ് കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ഇമെയിൽ IDs കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഗെയിൻ ഇതിൻ്റെ അകത്തോട് വരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എഗെയിൻ നിങ്ങളുടെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഇമെയിൽ വഴിയിട്ട് അപ്ഡേറ്റ് ഒക്കെ കിട്ടുന്ന രീതിയിലോട്ട് നമ്മൾ വളർന്നിട്ടില്ല. നമ്മൾ പതുക്കെ വളർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ വെബ്സൈറ്റ് ഞാൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഹോം പേജിൻ്റെ അകത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണൊന്നും അതേ കണക്ക് വർക്ക് ചെയ്യത്തില്ലായിരിക്കും. അത് പതുക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാം തന്നെ ശരിയാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ എല്ലാം നമ്മൾ ശരിയാക്കി എടുക്കുന്നതായിരിക്കും. മാത്രമല്ല മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ചാനലിൻ്റെ ലോഗോയും നമ്മുടെ ചാനലിൻ്റെ പേരും ഉപയോഗിച്ചുകൊണ്ട് ടെലഗ്രാമിൽ പല ഗ്രൂപ്പുകൾ ആക്റ്റീവായിട്ടുണ്ട്, പല ടെലഗ്രാം ചാനൽസ് ഉണ്ട്. ചിലതൊക്കെ ഞാൻ നോക്കാൻ നേരത്തെ 4000-ന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളുണ്ട്. നിങ്ങൾ അതുപോലുള്ള ചാനലിൽ പോയിട്ട് ജോയിൻ ചെയ്യരുത്. നമ്മുടെ ചാനൽ ഇതുവരെ, നമ്മുടെ ഒഫീഷ്യൽ ചാനൽ ഇതുവരെ ടെലഗ്രാമിൻ്റെ അകത്ത് ഓപ്പൺ ആക്കിയിട്ടില്ല പബ്ലിക്കിന് വേണ്ടിയിട്ട്. അടുത്തൊരു 2-3 ആഴ്ചക്കകത്ത്, എനിക്ക് തോന്നുന്നു ഈ മാസത്തിൻ്റെ അവസാനത്തിനുള്ളിൽ തന്നെ നമ്മളത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേ കണക്കിന് വാട്സപ്പിൻ്റെ അകത്തും പല ഗ്രൂപ്പുകൾ
കറങ്ങി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു മെമ്പർ തന്നെ എനിക്ക് ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു പോസ്റ്റാണ്. നിങ്ങൾ നോക്കുക, എൻ്റെ സെയിം പേരിൽ ഇത് എന്താ പറയുക, വാട്സപ്പിൻ്റെ അകത്തുള്ള ഒരു ചാനലാണിത്. ഇവർക്ക് ഇയാളുടെ പേരാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ പേരിൽ ഒരു പർട്ടിക്കുലർ ചാനലിലൂടെ നമ്മൾ വാട്സപ്പിൻ്റെ അകത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചാനലുകൾ കാര്യങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം അത് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് ടെലഗ്രാമിൽ വന്നിരിക്കുന്ന ഒരു ചാനലിൻ്റെ അകത്ത് പൈസ പേ ചെയ്തതിൻ്റെയും പൈസ റീഫണ്ട് വന്നതിൻ്റെയൊക്കെ ഒരുപാട് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആർക്കും ദയവ് ചെയ്ത് പൈസ ഒന്നും തന്നെ അയച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാൻ പേഴ്സണലി ഇന്നുവരെ ആരുടെ അങ്ങനെ പൈസ ചോദിച്ചിട്ടില്ല. ഇനി മുന്നോട്ട് പോകുമ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഒരു സർവീസിനും വേണ്ടിയിട്ട് ആരെയൊന്നും പൈസ മേടിക്കുന്നതും ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള ചാനൽസിൽ കാര്യങ്ങളിലൊക്കെ പോയിട്ട് തല വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നത്. ഏകദേശം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.